എല്ലാവർക്കും നമസ്കാരം. സൂര്യദശ അല്ലെങ്കിൽ ആദിത്യദശ എന്നൊക്കെ പറയും. 6 വർഷത്തേക്കാണ് അത് ഉള്ളത്. ജാതകാലാണ് അത് ഫലമാകുക. സൂര്യൻ സദ്ഭാവങ്ങളിൽ ബലവാനായി നിൽക്കുകയാണെങ്കിൽ ആ സൂര്യദശ ജാതകന് ഏറ്റവും ഗുണകരമായിരിക്കും. ആത്മശക്തിയും സ്വാത്വികമായ തേജസ്സും പെരുകും. പിതാവിൻ്റെയും രാജാവിൻ്റെയും ഭഗവാൻ പരമശിവൻ്റെയും പ്രീതിയും അനുഗ്രഹ ആശീസ്സുകളും ലഭിക്കും. ആനക്കൊമ്പ്, മാൻതോൽ, പുലിനഖം, സ്വർണം, ചെമ്പ് മുതലായവ ക്രയവിക്രയം ചെയ്ത് ധനവും ആർജിക്കും. ഔഷധ വ്യാപാരം, കമ്പിളി വസ്ത്രങ്ങളുടെ കച്ചവടം, വഴി നടന്നുള്ള കച്ചവടം, ക്രൂരകർമ്മങ്ങൾ, സർക്കാർ ജോലി ഇവയും വരുമാന മാർഗമാകാറുണ്ട്. സന്തോഷ സന്താപങ്ങളിൽ മനസ്സ് ഇളകാതിരിക്കുക, ഉത്സാഹമുണ്ടാവുക, കീർത്തി നേടുക, ദൂരെ ഇരുന്നു കൊണ്ട് തന്നെ ശത്രുക്കളെ അമർച്ച ചെയ്യുക തുടങ്ങിയവയും ബലവാനായ സൂര്യൻ്റെ ദശാകാലത്ത് ജാതകന് അനുഭവപ്പെടും. സൂര്യൻ ദുർബലനാകുകയും അശുഭഭാവങ്ങളിൽ നിൽക്കുകയും ചെയ്താൽ ആദിത്യദശയിൽ ആത്മഗ്ലാനിയും ബലക്ഷയവും ഉണ്ടാവും. ഭാര്യ, മക്കൾ, ധനം, ശത്രു, ആയുധം, അഗ്നി, രാജാവ് അല്ലെങ്കിൽ സർക്കാർ ഇവകൾ നിമിത്തമായി നാനാതരം ആപത്തുകളും വന്നു ചേരും. ഒന്നിനോടും മമതയില്ലായ്മ, ദുഷ്കർമ്മങ്ങളോടും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരോടും പ്രീതി, സുഭൃത്യന്മാരോട് കോപം, ഹൃദയം, ഉദരം ഇവ സംബന്ധിച്ച രോഗം, പിതാവിന് അരിഷ്ടത തുടങ്ങിയ ദോഷഫലങ്ങളും ആദിത്യൻ അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ആ ദശയിൽ സംഭവിക്കും. ഈ ആദിത്യദശ തന്നെ അതിൽ നവഗ്രഹങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്നു ഈ 6 വർഷങ്ങളെ. ആ 6 വർഷത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പുതിയ പുതിയ അറിവുകൾ നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് ലഭിക്കും. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലും ചോദിക്കാം. ആദിത്യദശയിൽ ആദിത്യ അപഹാരം, അതായത് സൂര്യൻ്റെ അപഹാരം തന്നെയാണ് ആദ്യം ഉണ്ടാകുക. അതായത് 3 മാസവും 18 ദിവസവുമായിരിക്കും. ബലവാനായിട്ടാണ് ആ ആദിത്യം നിൽക്കുന്നതെങ്കിൽ അധികാര ലാഭം, അതായത് അധികാരം മീൻസ് പ്രമോഷൻ തത്തുല്യമായ കാര്യങ്ങളും, അധികാരികളുടെ പ്രീതി, പിതൃസൗഖ്യം, വന പർവ്വതവാസം, അതായത് തീർത്ഥയാത്രകളൊക്കെ നടത്താൻ പറ്റും. ശബരിമലയ്ക്ക് പോകാം, അല്ലെങ്കിൽ കൈലാസം പോലെയുള്ളിടത്തൊക്കെ പോകാം. യാത്രകളിൽ ധനലാഭം, ശിവക്ഷേത്ര ദർശന ഭാഗ്യം തുടങ്ങിയവ ഫലം. ദുർബലനാണെങ്കിൽ അലച്ചിലും മനോദുഃഖവും, നേത്ര, ഹൃദയ, ഉദര രോഗങ്ങളും, അധികാരികളുടെ അതായത് സസ്പെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ, അപ്രീതികൾ ഉണ്ടാകുക, പ്രവാസം, ബന്ധനം, പിതൃക്ലേശങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു ഫലം. അതിനുശേഷം വരുന്നത് ആദിത്യദശ കഴിഞ്ഞതിന് ശേഷം ചന്ദ്രൻ്റെ അപഹാരമാണ്. 6 മാസത്തേക്കാണ്. ചന്ദ്രൻ ബലവാനും ദശാനാഥൻ്റെ സദ്ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുകയും ചെയ്താൽ ഉന്നത സ്ഥാനലബ്ധി, മാതൃസൗഖ്യം, സജ്ജന സംസർഗം, കൃഷി പുരോഗതി, സ്ത്രീസൗഖ്യം, ധനലാഭം എന്നിവയുണ്ടാകും. പക്ഷബലരഹിതനും അനിഷ്ടഭാവങ്ങളിലും നിൽക്കുന്ന ചന്ദ്രൻ്റെ അപഹാരമാണെങ്കിൽ കൃഷികളിൽ നിന്ന് പിഴവുണ്ടാകുക, അതായത് കൃഷിനാശവും, അമ്മയ്ക്ക് ക്ലേശവും, മനഃശാഞ്ചല്യവും, നീർദോഷം, ശത്രുശല്യവും, അപവാദവും കേൾക്കാനുള്ള ഇടയുണ്ടാവും. അതിനുശേഷം കുജൻ്റെ അപഹാരമാണ് ചൊവ്വയുടെ അപഹാരം. ചന്ദ്രൻ്റെ അപഹാരത്തിന് ശേഷം ചൊവ്വയുടെ അപഹാരം വരുന്നു. അത് 4 മാസവും 6 ദിവസവുമാണ്. ചൊവ്വ ബലവാനും സദ്ഭാവങ്ങളിൽ നിൽക്കുകയും ചെയ്താൽ നേതൃത്വസിദ്ധി, മംഗളകാര്യപ്രാപ്തി, തെരഞ്ഞെടുപ്പുകളിലും പരീക്ഷകളിലും വിജയം, സഹോദരൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. സ്വർണ്ണ രത്നാദി ലാഭവും ഉണ്ടാവും. പ്രതാപവും ഇവയൊക്കെ ഫലമുണ്ടാകുന്നു. ചൊവ്വ ദുർബലനും അനിഷ്ടഭാവസ്ഥിതനുമായാൽ അപകീർത്തി, പിത്ത ഉഷ്ണരോഗങ്ങളുടെ ആക്രമണം, ഭയം, സഹോദര ക്ലേശം, സ്വജന വിരോധം, കുടുംബകലഹം, തോൽവി ഇവയും ഉണ്ടാകും. അതിനുശേഷം 10 മാസവും 24 ദിവസവും രാഹുവിൻ്റെ അപഹാരമാണ് വരുന്നത്. രാഹുവും സൂര്യനും ശത്രുക്കളാണെന്ന് ഒരു പക്ഷമുണ്ട്. ആകയാൽ ആദിത്യദശയിലെ രാഹുവിൻ്റെ അപഹാരം ജാതകന് ദുരനുഭവങ്ങൾക്ക് കാരണമുണ്ടാകും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്ഥാനഭ്രംശം സംഭവിക്കും. അതുപോലെ തന്നെ സർപ്പഭയം, പിതൃവ്യന്മാർക്ക്, അതുപോലെ തന്നെ അതായത് അച്ഛൻ്റെ സഹോദരങ്ങൾക്കോ അച്ഛൻ്റെ അച്ഛനൊക്കെ പിതാമഹന് എന്നിവർക്ക് അരിഷ്ടത, ചോരന്മാരുടെ ഉപദ്രവം, ശിരോരോഗം,
സ്ഥാനഭ്രംശം, ബന്ധുകലഹം, മരണതുല്യമായ അനുഭവങ്ങൾ എന്നിവയൊക്കെയാണ് ആചാര്യന്മാർ ഫലനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. രാഹു ഉപജയഭാവങ്ങളിലും ദശാനാഥൻ്റെ ഇഷ്ടഭാവങ്ങളിലും ശുഭദൃഷ്ടിയോടുകൂടി നിന്നാൽ ശുഭാനുഭവങ്ങളും അനുഭവപ്പെടും. അതിനുശേഷം വരുന്നത് വ്യാഴദശയാണ്. 9 മാസവും 18 ദിവസവുമാണ്. വ്യാഴം ബലവാനാണെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാപുരോഗതിയും പുത്ര ഉദയവും, അതായത് സന്താനങ്ങളൊക്കെ ഉണ്ടാവുകയും സർഗാത്മകത, ഉദ്യോഗലബ്ധി, സജ്ജനങ്ങളുമായി സഹവാസം, ആത്മീയ കാര്യങ്ങളിൽ പുരോഗതി, വിവാഹാദി മംഗളപ്രാപ്തി, ധനപുഷ്ടി തുടങ്ങിയവയുണ്ടാകും. വ്യാഴം ദുർബലനും അനിഷ്ടസ്ഥിതനുമായാൽ ഭാഗ്യഹാനി, ഈശ്വരാധീനക്കുറവ്, പുത്രക്ലേശം, അപവാദം, കഫരോഗം, ദാരിദ്ര്യം, ശ്രവണരോഗം, ചെവിക്കസുഖങ്ങൾ, ഗുരുക്കന്മാരുടെ അപ്രീതി ഇവയും ഫലമാകുന്നു. അതിനുശേഷം വരുന്നത് ശനിയുടെ അപഹാരമാണ്. 11 മാസവും 12 ദിവസവും ഉണ്ടാവും. പരസ്പരം ശത്രുക്കളാണ് സൂര്യനും ശനിയും. സൂര്യദശയിലെ ശനിയുടെ അപഹാരം രണബാധിത ഘട്ടങ്ങൾ വന്നു കയറും. വാതരോഗവും ദുർവ്യയവും ഉണ്ടാകും. ദുർജന സംസർഗവും തസ്കരഭയവും അപകടം, കാര്യവിഘ്നം എന്നിവയ്ക്കൊക്കെ കാരണമാകും. ശനി ബലവാനാണെങ്കിൽ സൂര്യദശയിൽ ശനി അപഹാരത്തിൽ മിശ്രഫലങ്ങളായിരിക്കും ഉണ്ടാകുക. മെയിനായിട്ടും ജോലി നഷ്ടപ്പെടും. ശനി ബലവാനാണെങ്കിൽ ദൂരദേശത്തുള്ള മാറ്റവും ഉണ്ടാവും. അതുപോലെ തന്നെ അതിനുശേഷം വരുന്നത് 10 മാസവും 6 ദിവസവും ബുധൻ്റെ അപഹാരമാണ്. ബുധൻ ബലവാനാണെങ്കിൽ വിദ്യാലാഭം, വിതുരലബ്ധി, ബന്ധുസഹായം, സഭകളിൽ നേതൃത്വം, അംഗീകാരം ഇവയൊക്കെ ഉണ്ടാവും. ബുധൻ്റെ അപഹാരത്തിൻ്റെ തുടക്കത്തിൽ ശത്രുശല്യം, ത്വഗ്രോഗം, തിക്താനുഭവം എന്നിവ ഏറിനിൽക്കുകയും ക്രമേണ ഗുണഫലങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അതിനുശേഷം വരുന്നത് കേതു അപഹാരമാണ്. 4 മാസവും 6 ദിവസവും. നിയമേന അനിഷ്ടകാരിയായിരിക്കും ഈ അപഹാരം. സുഹൃത്തുക്കൾ, സ്വജ്ജനങ്ങൾ, കുടുംബാംഗങ്ങൾ എന്നിവരോട് ശത്രുത, സ്ഥാനഭ്രംശം, കാരണവന്മാർക്കും ഗുരുജനങ്ങൾക്കും രോഗം, തനിക്ക് പാദം, ശിരസ് എന്നിവയ്ക്ക് അസുഖം, വീടുമാറ്റം, ദേശാന്തര ഗമനം, മരണഭയം, ശത്രുശല്യം, പലതരം സ്വൈര്യക്കേടുകളൊക്കെ ഉണ്ടാകും. അതിനുശേഷം വരുന്നത് 1 വർഷത്തേക്ക് ശുക്രൻ്റെ അപഹാരമാണ്. 6 വർഷം നീളുന്ന സൂര്യദശയിലെ അവസാനത്തെ 1 വർഷമാണ് ശുക്രാപഹാരം. അതോടുകൂടി സൂര്യദശ അവസാനിക്കുന്നു. കേതു അപഹാരത്തിൻ്റെ തുടർച്ച പോലെ അനിഷ്ടങ്ങൾക്ക് മുൻതൂക്കമായിരിക്കും ശുക്രാപഹാരവും. എന്നാൽ ഭൗതിക നേട്ടങ്ങളിൽ ചിലത് കൈവരിക്കാതിരിക്കുകയില്ല. ഗൃഹവാഹന ലാഭം ഉണ്ടാവും. ദുഷ്ട സ്ത്രീരതി ഉണ്ടാവണം. ജലജന്യ ദ്രവ്യങ്ങളുടെ ലാഭം, വിവാഹസിദ്ധി തുടങ്ങിയവ നേട്ടങ്ങളായി പറയാം. ദോഷഫലങ്ങളായി ചൂണ്ടിക്കാട്ടുവാനുള്ളത് ജ്വരപീഡ, ശിരോരോഗം, കളത്രക്ലേശം, കൃഷിപ്പിഴ, ഗാർഹികമായ അസ്വസ്ഥത, കലഹം തുടങ്ങിയവയാണ്. ദശാപഹാരങ്ങളിൽ ശിവഭജനവും ശിവക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്താൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു ശമനമുണ്ടാകും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ജാതകം പരിശോധിക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.